എനിക്ക് മനസ്സിലാകാത്തത് CITUവിൽ എത്രയോ സ്ത്രീ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട് മെമ്പർമാരായിട്ട്. ഈ പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഇങ്ങനെയാണോ തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം പോലും ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കാരണമെന്നറിയുമോ? നല്ലവരായിട്ടുള്ള സ്ത്രീകൾ എല്ലാ പാർട്ടിക്കകത്തും പ്രവർത്തിക്കുന്നുണ്ട്. CITUവിനകത്തും നല്ല തൊഴിലാളി സ്ത്രീകളുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾക്ക് അതൊരു അപമാനമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഷഡൻ ശരിക്കും ഷഡനോട് ഷാഢ്യമാണ് വേണ്ടത്. ഇയാളൊക്കെ എങ്ങനെ ഇത്തരത്തിലുള്ള ലീഡറായി എന്നതിനെക്കുറിച്ച് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ അത് ഈ സമരരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ അവർക്ക് മാനസികമായിട്ട് വ്യതയുണ്ടാക്കി ഈ സമരത്തെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആശാ വർക്കേഴ്സ് ഇവിടെ വളരെ സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് സമരം ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്ന് ഒരു സൂചനാ സമരം നടത്തിയിരിക്കുകയാണ്. മഹിളാ മോർച്ച ഞങ്ങൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനപരമായിട്ടാണ് ഒരു സമരം നടത്തിയത്. ഈ ബാരിക്കേഡ് പൊളിക്കാനും സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് ചാടിക്കയറാനും ആവശ്യമായ ഘട്ടത്തിൽ റോഡിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ തടയാനും വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് പോലീസ് അധികാരികൾക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് തല പൊട്ടി ചോരയൊഴുകിയിട്ടും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയുള്ള നല്ല ആർജവവും തൻ്റെടവുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് CITUവിൻ്റെ ഈ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ.